ഭഗത് സിംഗ് എന്നത് ഓരോ ഇന്ത്യക്കാരനിലും അഭിമാനം ജനിപ്പിക്കുന്ന പേരാണ്. അദ്ദേഹത്തിന് പുസ്തകങ്ങളോടുള്ള സ്നേഹം ഏറെ പ്രശസ്തവുമാണ്. നല്ലൊരു വായനക്കാരനും എഴുത്തുകാരനുമായിരുന്നു അദ്ദേഹം. ലഭിക്കുന്ന സമയങ്ങളിലെല്ലാം പുസ്തകങ്ങൾ വായിച്ചു കൂട്ടിയിരുന്ന അദ്ദേഹം അവസാനം വായിച്ച പുസ്തകം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ ചെറിയ അറിവിലൂടെ വലിയൊരു ആശയം നിങ്ങൾക്കായി ഇവിടെ പങ്കുവെക്കുന്നു. ഭഗത് സിംഗിന് ജീവിതത്തിൽ അധികം എഴുതാൻ സമയം ലഭിച്ചിട്ടില്ല. കാരണം യുവത്വത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്ന ഘട്ടത്തിൽ തന്നെ രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിയായി. ആ രക്തസാക്ഷിത്വം അദ്ദേഹം സ്വയം തിരഞ്ഞെടുത്തതാണെന്ന് തന്നെ പറയാം. ചെറിയ വയസ്സിൽ തന്നെ അത്രയും ഉറച്ച നിലപാടാണ് ഭഗത് പുലർത്തിയിരുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സോഷ്യലിസ്റ്റ് വിപ്ലവകാരിയായി അദ്ദേഹത്തെ ചരിത്രകാരന്മാർ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെടുന്നതിന് മുൻപായി അദ്ദേഹം വായിച്ച പുസ്തകത്തെപ്പറ്റി പലയിടങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട്. ആളുകളുടെ പ്രതിഷേധം ഭയന്ന് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരുടെ വധശിക്ഷ മുൻപ് നിശ്ചയിച്ചതിനേക്കാൾ 11 മണിക്കൂറോളം നേരത്തെ ആക്കി എന്നത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ജയിലർ തീരുമാനം ഭഗത് സിംഗിനെ അറിയിക്കാൻ എത്തിയപ്പോൾ അദ്ദേഹം തിരക്കിട്ട് ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. വധശിക്ഷ നേരത്തെയാക്കിയെന്നറിയിച്ചപ്പോൾ ഭഗത് സിംഗിൽ യാതൊരുവിധ ഭാവമാറ്റവും ഉണ്ടായില്ല. എങ്ങനെയുണ്ടാകും? അദ്ദേഹം കഴുമരം കാത്തിരിക്കുകയാണ്. തന്റെ രക്തസാക്ഷിത്വം കൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ മാറ്റമുണ്ടാകുമെന്ന് ഭഗത് സിംഗിന് അറിയാമായിരുന്നു. പക്ഷേ ഒരു കാര്യം മാത്രം അദ്ദേഹം ആവശ്യപ്പെട്ടു: കയ്യിലിരിക്കുന്ന പുസ്തകം വായിക്കാൻ സമയം അനുവദിക്കണം. ചിലയിടങ്ങളിൽ അത് വായിക്കാൻ സമയം അനുവദിച്ചു എന്നും ചിലയിടങ്ങളിൽ അനുവദിച്ചില്ല എന്നും പറഞ്ഞു കാണുന്നു. മരണം കൺമുന്നിൽ നിൽക്കുമ്പോൾ ഭഗത് സിംഗ് വളരെ തിരക്കിട്ട് വായിച്ചിരുന്ന പുസ്തകം ആരെക്കുറിച്ചായിരുന്നു എന്ന് അറിയാമോ? 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നിരീക്ഷകനായ വ്ളാഡിമർ ഇലിച്ച് ലെനിന്റെ ജീവചരിത്രമായിരുന്നു അത്. കാറൽ മാർക്സ്, ഫ്രെഡറിക് എംഗൽസ് എന്നിവരുടെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് 1917 റഷ്യൻ വിപ്ലവത്തിലൂടെ മൂർത്തരൂപം നൽകിയ അതേ ലെനിന്റെ ജീവിതം തന്നെ. ഈ സന്ദർഭത്തിൽ നിന്നും കുട്ടികൾക്ക് ഒരു പാഠം ഉൾക്കൊള്ളാനുണ്ട്. ജീവിതത്തിന്റെ അവസാന സമയത്ത് ഭഗത് സിംഗിന് മറ്റെന്തെല്ലാം ചെയ്യാമായിരുന്നു? പക്ഷേ അദ്ദേഹം പുസ്തകം വായിക്കാനാണ് സമയം കണ്ടെത്തിയത്. എന്തെന്നാൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ പുസ്തകങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ പുസ്തകം വായിച്ചിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പൊതുപരീക്ഷയിൽ പങ്കെടുക്കാനോ ഏതെങ്കിലും അഭിമുഖത്തിൽ പങ്കെടുക്കാനോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ലെനിനെ കുറിച്ച് അറിയാതെ മരിക്കരുതെന്ന് ആ ബോധതലം ആഗ്രഹിച്ചിരുന്നു. നല്ല പുസ്തകങ്ങൾ എപ്പോഴും നല്ല സുഹൃത്ത് തന്നെയാണ്. ആധുനിക സാങ്കേതിക വിദ്യ വികസിച്ച കാലഘട്ടത്തിൽ അറിവ് നമ്മുടെ വിരൽ തുമ്പിലാണ്. അതിനാൽ മുൻ തലമുറയെ അപേക്ഷിച്ച് വായിക്കാനുള്ള അവസരവും കൂടുതലാണ്. പുസ്തകങ്ങൾ ശബ്ദരൂപത്തിൽ കേൾക്കാനുള്ള അവസരവും ഇന്ന് ലഭ്യമാണ്. അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക. സമൂഹത്തിന് ഉപകാരപ്രദമാകും വിധം, മാതൃകയാകും വിധമുള്ള മനുഷ്യനായി മാറുക.